ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ അത്യാവശ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 12 സെക്കൻഡ് ആയിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അത് മാറ്റം വരെ വന്നെന്ന് റിസർച്ചിൽ പറയുന്നുണ്ട്. ഒരു കുട്ടികൾ വളരുമ്പോൾ അവരുടെ റീസണിങ്ങും അവർ ചിന്തിച്ചിട്ട് അവര് ഓരോ കാര്യങ്ങൾ ചെയ്യണം. എങ്കിലേ നമ്മുടെ ബ്രെയിൻ വളർച്ച കുട്ടികളിൽ കറക്റ്റ് ആവുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഷോർട്ട് വീഡിയോസും റീൽസും നമ്മളിൽ മാത്രമല്ല നമ്മുടെ കുട്ടികൾ വരെ ഇത് ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കി ഒന്ന് കേട്ടിരിക്കാനുള്ള ക്ഷമ പോലും കിട്ടുന്നില്ല. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? അവര് സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ടോണ്ടിരിക്കും. ഈ വീഡിയോസ് കിട്ടുന്ന ഒരു ഉന്മേഷമാണ് അവർക്ക് ആകെ ഉള്ളൊരു തലച്ചോറ് കിട്ടുന്ന ഉന്മേഷം. കളിക്കാൻ പോകാൻ താല്പര്യമില്ല. കാരണം എന്താണ്? വീഡിയോ കാണുമ്പോഴേ ഉന്മേഷം കിട്ടുള്ളൂ. ഇനി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണിക്കണം. അപ്പോൾ എത്രമാത്രം കഴിച്ചു എന്നറിയൂല. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ബിഞ്ച് ഈറ്റിംഗ് ഒക്കെ ശരീരത്തിന്റെ ആരോഗ്യം തന്നെ അത് ഇല്ലാതാക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഡോക്ടറും റീൽസ് തന്നെയല്ലേ ഇടുന്നതെന്ന്. ശരിയാണ്. പണ്ടൊക്കെ നമ്മൾ മാഗസീൻ അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിൾ ഇട്ടാൽ മതിയായിരുന്നു നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഈ ഷോർട്സിലും റീൽസിലും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരികയാണ്. ഇത് എന്റർടൈൻമെന്റ് അല്ല, ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുക. ഇനി ഈ വീഡിയോ പൂർണ്ണമാക്കിയ ആൾക്കാർ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഇപ്പോഴത്തെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണെന്ന്? ആദ്യം 12 സെക്കൻഡ്സ് ആയിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 8 സെക്കൻഡ് ആണോ 6 സെക്കൻഡ് ആണോ എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? താഴെ കമന്റ് ചെയ്യ്.